Hello guys, welcome to Half Page Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? A solid sphere of radius r and made of material with density rho s is moving through the atmosphere, constant pressure p, with a velocity v. The net force only due to atmospheric pressure Fp acting on the sphere at any time t is 4 by 3 pi r cube rho s dv by dt ആണോ 0 ആണോ pi r square rho ആണോ 4 pi r square rho ആണോ? ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലിംഗ് വെലോസിറ്റിനെ ബേസ് ചെയ്യുന്നത് നമ്മുടെ സോളിഡ് സെറ്റിൽ ആവുകയാണ്. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റിനെ ബേസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നെറ്റ് ഫോഴ്സ് ഓൺലി ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ആക്ട് ആവുന്നുള്ളൂ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ആക്ട് ആവുന്നുള്ളൂ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ കേസ് നമ്മളോട് ചോദിക്കുകയാണ് ഇത് നമ്മുടെ ഫോഴ്സ് അല്ലാതെ വേറെ എന്തൊക്കെ ഇന്റൻസിറ്റി ഓഫ് വാല്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂ ഉണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വെയിറ്റ് ആക്ട് ആവുന്നുണ്ട്. അതേപോലെ ഇത് സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡ്രാഗ് ഫോഴ്സും ആക്ട് ആവുന്നുണ്ട്. അത് എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? An automobile with projected area 2.6 meter square is running on a road with a speed 120 kilometer per hour. The mass density and kinematic viscosity of air are 1.2 kg per meter cube and 1.5 into 10 raised to minus 5 meter square per second respectively. The drag coefficient is 0.3. The drag force on the automobile is 620 Newton, 600 Newton, 580 Newton, 520 Newton. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഫോർമുല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഡ്രാഗ് ഫോഴ്സിന്റെ ഫോർമുല. ഓക്കെ, ഡ്രാഗ് ഫോഴ്സിന്റെ ഫോർമുല എന്താണെന്ന് പറയുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു റോ എ വി സ്ക്വയർ. ഓക്കെ, റോ എ വി സ്ക്വയർ. അപ്പം ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് എത്രയാണ്? 0.3 ഇൻറ്റു ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 1.2. ഓക്കെ, ഏരിയ പ്രൊജക്റ്റഡ് ഏരിയ എത്രയാണ്? 2.6. ഓക്കെ, ഇൻറ്റു വി എത്രയാണ്? 120 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ കിലോമീറ്റർ നമ്മൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്തു. അതേപോലെ അവറിനെ നമ്മൾ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്തു. അതായത് 60 ഇൻറ്റു 60, അപ്പോൾ 3600. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 520 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 520 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 520. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The metric horsepower required to overcome the drag force is എന്താണ്? മെട്രിക് ഹോഴ്സ് പവർ. അപ്പം മെട്രിക് ഹോഴ്സ് പവർ പവറിനെ പറ്റി, പവറിന്റെ ഇന്റൻസിറ്റിയാണ് ചോദിച്ചത്. പവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഫോഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നത് എത്രയാണ്? 520. വെലോസിറ്റി എത്രയാണ്? 120 ഇൻറ്റു 10 raised to 3 by 3600, 60 ഇൻറ്റു 60. ഓക്കെ, അപ്പം കിലോമീറ്റർ പെർ അവർ ആയാണ് നമ്മളത് മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മെട്രിക് ഹോഴ്സ് പവർ ആണ് പറഞ്ഞിട്ടുള്ളത്. മെട്രിക് ഹോഴ്സ് പവർ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1/735.5. അതാണ് മെട്രിക് ഹോഴ്സ് പവറിന്റെ കൺവേർഷൻ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. എന്താണ് വാല്യൂ കിട്ടുന്നത്? 23.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 23.5 എന്ന് പറയുമ്പോൾ നിയർ അബൌട്ട് ഏതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി ആണ്. 23.23 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solid sphere diameter 6 mm is rising through oil. Mass density 900 kg per meter cube. Dynamic viscosity 0.7 kg per meter second. At a constant velocity of 1 centimeter per second. What is the specific weight of the material from which the sphere is made? Take g equal to 9.81 meter per second square. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അഗെയിൻ വിസ്കോസിറ്റിയുടെ ഒരു കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം കൺസെപ്റ്റ് ഞാൻ പറയാം. ഇവിടെ നമുക്കറിയാം സെറ്റിലിംഗ് വെലോസിറ്റി വി എസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെറ്റിലിംഗ് വെലോസിറ്റി. ഓക്കെ,
ഇവിടെ നമ്മുടെ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് സോളിഡ് സ്പിയർ റൈസ് ചെയ്യുകയാണ്. സോളിഡ് സ്പിയർ റൈസ് ചെയ്യുകയാണ് ഓയിലിൽ. ഓക്കെ, ഓയിൽ ഡെൻസിറ്റി എത്രയാണ് 900. അപ്പോൾ സോളിഡ് സ്പിയർ റൈസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ജനറൽ ആയിട്ട് സെറ്റിലിംഗ് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യും. അപ്പോൾ അതിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് റൈസിംഗ് ആണ്. അപ്പോൾ റൈസിംഗ് ആകുമ്പോൾ നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി ആ ഫോർമുലയിൽ നമ്മൾ ജസ്റ്റ് നെഗറ്റീവ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ബിക്കോസ് ഇത് റൈസ് ആവുകയാണ്. ഓക്കെ, ഇപ്പൊ സെറ്റിൽ ആവുമല്ല, അതിന്റെ അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാം. മൈനസ്, ഇവിടെ ഞാൻ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, മൈനസ് വി എസ് ഈക്വൽ ടു ഫോർമുല എന്താണ് വിസ്കോസിറ്റി ടേംസിന്റെ ജി മൈനസ് 1 ഇൻറ്റു ഗാമ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ 18 ഇൻറ്റു വിസ്കോസിറ്റി ടേം. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് ഫുൾ ആയിട്ട് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്നും തന്നിട്ടില്ല, 2 ഡെൻസിറ്റിയുടെ ടേംസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡെൻസിറ്റിയുടെ ടേമിൽ ഈ ഫോർമുല എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നത് ഡെൻസിറ്റി ഓഫ് ഓയിൽ മൈനസ് ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു ജി, ഈ ഫോർമുല എല്ലാവർക്കും അറിയുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇൻറ്റു ജി ഡി സ്ക്വയർ ബൈ 18 ഇൻറ്റു വിസ്കോസിറ്റി ടേം. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലിന്റെ നമ്മുടെ വിസ്കോസിറ്റി എത്രയാണ്, സെറ്റിലിംഗ് വെലോസിറ്റി എന്താണ്? സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ -1 × 10⁻⁶ സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സെന്റിമീറ്റർ സെക്കൻഡിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ -മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, -2 × 10⁻² മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഓയിൽ എത്രയാണ്? 900. ഡെൻസിറ്റി ഓഫ് സോളിഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇൻറ്റു ജിന്റെ വാല്യൂ എത്രയാണ്? 9.81 ഇൻറ്റു ഡയമീറ്റർ എത്രയാണ്? 6 mm. 6 mm ആകുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 6 × -3 2². ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 18 ഇൻറ്റു വിസ്കോസിറ്റി. ഓക്കെ, 0.7 ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.7. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാണ്? 0.7. ഓക്കെ, ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മൾ റോയസിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നെഗറ്റീവ് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ റോയസ് നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ 543.22 kg/m³ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 543.22 ഇൻറ്റു 9.81 ഇൻറ്റു 10⁻⁻3. ഓക്കെ, ഇപ്പം ഇത് നമ്മുടെ ന്യൂട്ടൺ കൺവേർഷൻ ആണ്. ഇതിൽ നമ്മുടെ കിലോ കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എത്രയാണ് ഫൈനലായിട്ട് കിട്ടുന്നത്? 5.3 kN/m³. ഓക്കെ, kg/m³ നമ്മൾ kN/m³ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതേപോലെ നമ്മൾ ഇവിടെ എന്താണ് ഡെൻസിറ്റി വാല്യൂ? 543.22. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ ശരിയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. 543 ആണ് അല്ലെ? 543.22 ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? 543.22. ഓക്കെ, അപ്പം സോളിഡിന്റെ ഡെൻസിറ്റി ആണ്. നമ്മുടെ ഓയിലിന്റെ ഡെൻസിറ്റി എത്രയാണ്? 900 kg/m³. ഓക്കെ, അപ്പം അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ പാർട്ടിക്കൽ സെറ്റിൽ ആവുന്നില്ല, നമ്മുടെ പാർട്ടിക്കൽ റൈസ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് കുറവായതുകൊണ്ടാണ് നമ്മളത് എന്താണ് സെറ്റിൽ ആവാതെ റൈസ് ആവുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള കൺക്ലൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 5th ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, 5th ക്വസ്റ്റ്യൻ എന്താണ്? 2 steel sphere of diameter d1 and d2 where d2 equal to 2d1 are dropped from rest at the free surface of a deep well. If their drag coefficient are independent of Reynolds number, the ratio of their terminal velocities v1 by v2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1/2 ആണോ, 2 ആണോ, 1/√2 ആണോ, 1 ആണോ? ഓക്കെ, അപ്പം ഇതും സെയിം ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടിക്കൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പാർട്ടിക്കൽ സെറ്റിൽ ആവുമ്പോൾ സെറ്റിലിംഗ് വെലോസിറ്റി. ഓക്കെ, അപ്പം ഇതിൽ എന്ത് ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്? ഇതിൽ നമ്മുടെ ഒന്നാണെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. അതേപോലെ വേറൊരു ഫോഴ്സും കൂടെ ഉണ്ട്. എന്താണ്? ബയോൻസി ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ടു
ടു സ്പിയർ ആണ്, അതേപോലെ നമുക്ക് എന്താണ് ജസ്റ്റ് എയറിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബയോൻസി വാട്ടറിലാണെങ്കിൽ ബയോൻസിയുടെ എഫക്റ്റ് ഉണ്ടായേനെ, ഇവിടെ എയർ ആണ്. അപ്പോൾ എന്താണ് FB എന്ന് പറയുമ്പോൾ എന്താണ് 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് എത്ര ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്? നമ്മുടെ ബയോൻസി ഫോഴ്സ് ഉണ്ട്, അതേപോലെ ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, അതേപോലെ ഇവിടെ വെയിറ്റ് ഓഫ് ദ കമ്പോണന്റ്. ഓക്കെ, ഇവിടെ വെയിറ്റ് ഓഫ് ദ കമ്പോണന്റ് 3 ഫോഴ്സസ് ആണ് ആക്ട് ആവുന്നത്. ഓക്കെ, സെൽഫ് വെയിറ്റ്, അതേപോലെ ബയോൻസി ഫോഴ്സ്, അതേപോലെ ഡ്രാഗ് ഫോഴ്സ് ആണ് ആക്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോൻസി ഫോഴ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ബയോൻസി ഫോഴ്സ് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം, ബിക്കോസ് ഇവിടെ എയറിന്റെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോബ്ലത്തിനെ? നമുക്ക് ഇക്വേഷൻ ചെയ്യുമ്പോൾ വെയിറ്റ് ഈക്വൽ ടു FD, ഡ്രാഗ് ഫോഴ്സിന്റെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം. വോള്യൂം എന്ന് പറയുമ്പോൾ എന്താണ്? പൈ ഡി ക്യൂ ബൈ 6. ഓക്കെ, പൈ ഡി ക്യൂ ബൈ 6 ഇൻറ്റു G. ഓക്കെ, equal to half into coefficient drag into rho of density of air into pi d square by 4 into V square. Okay, into V square. Okay, അപ്പം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫുള്ളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് ഫുള്ളായിട്ടുള്ള നമ്മളെ ഡി, ഇവിടെ ഡിൻ്റെ ടേം, ഇവിടെ ഡി സ്ക്വയർ, അതേപോലെ ഡി സ്ക്വയർ ഡി ക്യാൻസൽ ആവും, അത് പൈ ക്യാൻസൽ ആകും, അതേപോലെ 2, അതേപോലെ 3 ക്യാൻസൽ ആവും, അതേപോലെ നമ്പർ ഓഫ് കാറ്റഗറീസ് ക്യാൻസൽ ആവും. പക്ഷെ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ടേംസ് വേണം? നമുക്ക് ഡയമീറ്ററിൻ്റെയും വെലോസിറ്റി ടേം മാത്രം മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഇക്വേഷനെ നമ്മൾ ഡയമീറ്ററും അതേപോലെ വെലോസിറ്റി ടേമിൽ മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വി സ്ക്വയർ. ഓക്കെ, ആ സൈഡിൽ ഞാൻ വി സ്ക്വയർ എടുത്തു. ഓക്കെ, വി സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു, ഞാൻ ബാക്കി എല്ലാ പാരാമീറ്ററിനും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, കെ ഇൻറ്റു ഡി. ഓക്കെ, കെ ഇൻറ്റു ഡി എന്ന് നമുക്ക് കിട്ടും. അതേപോലെ കെ ഇൻറ്റു ഡി എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ റേഷ്യോ V1 ആൻഡ് V2ന്റെ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. V1 by V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അണ്ടർ റൂട്ട് D1 by D2. ബിക്കോസ് വിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി സ്ക്വയർ കെ ഡി ആണെങ്കിൽ V1 by V2 എന്ന് പറയുന്നത് അണ്ടർ റൂട്ട് D1 by D2 ആകും. ഓക്കെ, അപ്പം ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തെന്ന് നോക്കാം. D2 is equal to 2D1. D2 is equal to 2D1. അപ്പോൾ D2 2D1 ആകുമ്പോൾ എന്താണ് ആൻസർ? ഇത് 1, അതേപോലെ D2 is equal to 2D1. ഓക്കെ, അപ്പം അണ്ടർ റൂട്ട് 2 അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാച്ച് ആവുന്നത് എന്താണ്? ഡി ആണ്, സോറി സി ആണ്. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുവാണ്, ഒരു ബോഡി സെറ്റിൽ ആകുമ്പോൾ സെറ്റിലിംഗ് വെലോസിറ്റി ഉണ്ട്, അതേപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്തൊക്കെയാണ് ആക്ട് ആവുന്നത്? ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, ബയോൻസി ഉണ്ട്, അതേപോലെ അതിന്റെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രസന്റ്ലി എന്താണ്? ബയോൻസി 0 ആണ്, ബിക്കോസ് എയർ ആണ്. ഓക്കെ, ഇവിടെ വെയിറ്റിനെയും നമ്മുടെ ഡ്രാഗ് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് റിലേഷൻ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേസ്റ്റ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ നോക്കണം. ഡയമീറ്ററും അതേപോലെ വെലോസിറ്റി ടേം മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി എല്ലാ ടേമിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നമുക്ക് V1ന്റെയും V2ന്റെ റേഷ്യോ മാത്രം മതി. അപ്പോൾ ബാക്കി എല്ലാ ടേംസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.